പ്രിയ സ്നേഹിതരെ, കൂട്ടുകാർ ഒരുമിച്ച് കൂടുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ആഗ്രഹിച്ചാൽ അവരൊരുമിച്ചിരുന്ന് അവരവർക്കറിയാവുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പങ്കിടും. എന്നാൽ ആ കൂട്ടുകാരിൽ ഒരാൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അറിയാമെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് പറയും, എന്നാൽ നീ പറ, നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാം കൊണ്ടിരുന്ന് കേൾക്കും. ഒരുപക്ഷെ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തേക്കും. എന്നാൽ ഇങ്ങനെയല്ല, ഒരു പൊതു യോഗത്തിലോ പൊതുസ്ഥലത്തോ ഒരു ഓഡിറ്റോറിയമിലോ ധാരാളം പേര് കൂടിയിരിക്കുന്നുവെങ്കിൽ ആ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും കേൾക്കത്തക്ക വണ്ണം വളരെ ഒച്ചത്തിൽ അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിച്ച് സംസാരിക്കുകയാണ്. ഇനിയും വ്യക്തതയോടുകൂടി സംസാരിക്കുകയാണ്. അടുത്തത്, ആ സദസ്സിലിരിക്കുന്ന ആളുകളുടെ അറിവിന് ഒത്തവണ്ണം അവരെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ ഏതൊരു വിഷയവുമായി സംസാരിച്ചാലും മുന്നിലിരിക്കുന്ന കേൾക്കുവാനിരിക്കുന്നവരുടെ കഴിവും അറിവും ഒക്കെ നോക്കി അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കവണ്ണം വ്യക്തതയോടുകൂടിയും വിഷയം വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സദസ്സിലേക്ക് കൈമാറുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ കാണുന്ന പൊതുയോഗങ്ങൾ, കൂട്ടം കൂടി സംസാരിക്കുന്നതിലൊക്കെ നടക്കുന്ന രീതി. എന്നാൽ ദൈവവുമായി സംസാരിക്കുന്ന കാര്യത്തിൽ ഇതിലേത് രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നൊരു വാക്കാണ് പ്രാർത്ഥിക്കുക. ദൈവത്തോട് സംസാരിക്കുക, ആശയവിനിമയം നടത്തുക, എൻ്റെ കാര്യം ദൈവത്തോട് പറയുക എന്നൊക്കെയാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം നമ്മളോടും അതിന് മറുപടിയായിട്ട് കാര്യങ്ങൾ പറയുകയും പുതിയ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. എന്നാൽ അതെങ്ങനെയാണെന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ വിഷയം വിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുന്നു. എന്നാൽ ദൈവം കേട്ടോ? ദൈവത്തിന് വ്യക്തമായി മനസ്സിലായോ? ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞതിന് എന്താണ് മറുപടി എന്നൊന്നും നമ്മൾ കേൾക്കാനോ അറിയാനോ ശ്രദ്ധിക്കാനോ മെനക്കെടുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രാർത്ഥിച്ച് മടുത്തു പോകുക, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുമോ ഇല്ലയോ എന്നറിയാതിരിക്കുക എന്നൊക്കെയുള്ള രീതിയുണ്ട്. വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ദൈവം പറഞ്ഞു കൊടുത്ത ഒരു ഉദാഹരണം എങ്ങനെയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആ വാചകം പറയാം, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കൂ. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത്, രഹസ്യമായി ദൈവത്തോട് പറയുന്നത്, ദൈവം നിങ്ങൾക്ക് പ്രതിഫലം പരസ്യമായി നിങ്ങൾക്ക് തരും എന്നാണ് ആ വാചകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടക്കുക എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു മുറിക്കകത്ത് കയറുന്നത് പോലെ, ഒരു പ്രാർത്ഥനാ മുറി പോലെ, അതിനുവേണ്ടി വീടിനകത്തൊരു മുറി വേണം എന്നൊരർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങളും ദൈവവും മാത്രം ഒരു മുറിക്കകത്ത് എന്നുള്ള ആ ഒരു മനോഭാവവും ആ ഒരു ശ്രദ്ധയും ആ ഒരു ഏകാഗ്രതയും നിങ്ങൾക്കുണ്ടാകണം എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ദൈവവുമായി ഉള്ള സംഭാഷണത്തിൽ ഏകാഗ്രത, ശ്രദ്ധ, താല്പര്യം
ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്നും സർവശക്തനായ ദൈവം അത് കേട്ട് എനിക്ക് മറുപടി തരുമ്പോൾ ആ മറുപടിയിൽ എന്തൊക്കെയാണ് ദൈവം എന്നോട് പറയുന്നത് എന്നും കേൾക്കത്തക്കവണ്ണം ഞാൻ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കേൾക്കണം. മറ്റശ്രദ്ധകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. നിങ്ങൾ അറയിൽ കടന്ന് അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ ദൈവത്തോട്. അപ്പോൾ ഞാനും ദൈവവുമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കുക. ഞാൻ എൻ്റെ വാചകങ്ങൾ വളരെ സമർത്ഥമായും മനോഹരമായും വളരെ അടുക്കിനും ചിട്ടയോടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയണം, ഈ വ്യക്തിക്ക് നല്ലതുപോലെ നല്ല വാചകങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാക്കാൻ വേണ്ടി ആകരുത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് എന്നുള്ളത് ആ വാക്യം വ്യക്തമാക്കുന്നു. അങ്ങനെ വളരെ ശ്രദ്ധയോടെ വളരെ ഏകാഗ്രതയോടെ ദൈവവും ഞാനും മാത്രമായി സംസാരിക്കുന്നു എന്ന നിലയിൽ ഞാൻ ദൈവത്തോട് രഹസ്യമായി, മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും കേട്ടില്ലെങ്കിൽ പോലും എൻ്റെ ദൈവം എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു, എനിക്ക് മറുപടി ദൈവം തരും എന്നാണ് ആ വാചകത്തിൽ പറയുന്നത്. എന്നാൽ പൊതുവിൽ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ കേൾക്കെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതെല്ലാവരും കേൾക്കെ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മുടെ ശ്രദ്ധ ദൈവത്തോട് സംസാരിക്കുന്നു എന്നുള്ളതായിരിക്കട്ടെ.